നമസ്കാരം. CMRL എക്സാലോജി കേസിൽ തുടർ നടപടികളിലേക്ക് കടന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ ഭാഗമായി വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴി ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അപേക്ഷ നൽകി. എറണാകുളം സെഷൻസ് കോടതിയിലാണ് ED അപേക്ഷ നൽകിയത്. മാസപ്പടി ലിസ്റ്റിൽ ഇടം പിടിച്ചവരിൽ നിന്നാകും മൊഴിയെടുക്കുക. സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖരായ പലരും ഇതോടെ EDക്ക് മുൻപാകെ എത്തി മൊഴി നൽകേണ്ടി വരും. CMRL എക്സാലോജി കേസിൽ SFIOയെ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കോടതിയിൽ അപേക്ഷ നൽകി ED കുറ്റപത്രം വാങ്ങിയിരുന്നു. ഈ കുറ്റപത്രം പരിശോധിച്ചതിന് ശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുടെയും പകർപ്പും മുഖ്യമന്ത്രി, മകൾ വീണ വിജയൻ അടക്കമുള്ളവരുടെ മൊഴിയും ആവശ്യപ്പെട്ട് ED വീണ്ടും കോടതിയെ സമീപിച്ചത്. അതേസമയം CMRL എക്സാലോജിക് ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകൻ MR അജയൻ നൽകിയ പൊതുതാൽപര്യ ഹർജിയിന്മേലായിരുന്നു ഹൈക്കോടതി നടപടി. CMRL എക്സാലോജിക് കരാറിനെതിരായ SFIOയെ നടപടി ചോദ്യം ചെയ്ത് CMRL ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കേസിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹൈക്കോടതിയിൽ CMRLന്റെ ഹർജി. യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് CMRL നിന്നും 2.70 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വീണ അടക്കമുള്ളവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. വീണയും CMRL മാനേജിംഗ് ഡയറക്ടർ കർത്തയും ഉൾപ്പെടെ 13 പേരാണ് കേസിലെ പ്രതികൾ. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. CMRLന്റെ സാമ്പത്തിക ഇടപാടിലെ ദുരൂഹതകളും SFIOയെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 182 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ കമ്പനി വകമാറ്റി നൽകിയെന്നാണ് കണ്ടെത്തൽ. ശശിധരൻ കർത്തയുടെ മരുമകൻ അനിൽ ആനന്ദ പണിക്കർക്ക് 13 കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ വകമാറ്റി നൽകിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം മാസപ്പടി കേസിൽ വീണ വിജയനും സംഘത്തിനും താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഇങ്ങനെ EDയുടെ ഒരു അടുത്ത നടപടി എടുക്കുന്നത്. SFIOയെ കുറ്റപത്രത്തിൽ 2 മാസത്തേക്ക് തുടർ നടപടി പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. സമൻസ് അയക്കുന്നതുൾപ്പെടെ നിർത്തിവെക്കണം. ഹർജിയിൽ തീരുമാനമാകുന്നതുവരെ നടപടി പാടില്ലെന്നായിരുന്നു നിർദ്ദേശം. CMRL നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരുന്നത്. SFIOയെ കുറ്റപത്രത്തിൽ സമൻസ് അയക്കുന്നത് 2 മാസത്തേക്ക് തടഞ്ഞാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. CMRLന്റെ ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി കേസ് പുതിയ ഡിവിഷൻ ബെഞ്ചിലേക്ക് അയക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ വിശദമായ വാദം കേൾക്കാൻ സമയം തേടിയതോടെയാണ് 2 മാസത്തേക്ക് നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. കേസിൽ പ്രതിസ്ഥാനത്തുള്ള വീണയടക്കമുള്ളവർക്ക് ഹൈക്കോടതി നടപടി ആശ്വാസകരമായിരിക്കുമ്പോഴാണ് EDയുടെ ഇത്തരത്തിലൊരു നടപടി കൂടി വരുന്നത്. എന്തായാലും മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അഭ്യൂഹങ്ങളുമൊക്കെ വീണ്ടും തുടരുകയാണ് EDയുടെ നടപടിയിലൂടെ.